ഡിലീറ്റ് ചെയ്യാൻ പോവാ. ബൈ. നൈസ് മീറ്റിംഗ് യു. ഡോൺ ബോസ് അമ്പും വില്ലും മെന്റലിസം മൈക്രോ എക്സ്പ്രഷൻ തേങ്ങ കൊല മാങ്ങ തൊലി എന്തൊക്കെയായിരുന്നു. നിങ്ങളിത് എന്തൊരു ഇരിപ്പാ, പോയി കുളിച്ച് ഫ്രഷാവാൻ നോക്ക്. കുളിച്ചിട്ടും ഇനി ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അച്ചോ. സ്തുതിയുണ്ടച്ചോ. മേരി എന്താ രാവിലെ തന്നെ? ജോൺ ഇങ്ങോട്ടെങ്ങനെ വന്നായിരുന്നോ? ഇല്ലല്ലോ, ഇന്നലെ രാത്രി പോയതാണല്ലോ. അവനവിടെ എത്തിയില്ലേ? അല്ല, അവന്റെ ബാഗൊക്കെ അവിടെ ഉണ്ടോ നോക്കിയായിരുന്നു? വെറുതെ ഒരു സമാധാനത്തിന് വന്നാണ് അച്ചു. എനിക്കറിയാം അവൻ പോയി. ചെല്ലട്ടെ അച്ചു. പോയോ? എങ്ങോട്ട് പോയി? എനിക്കറിയോ. ഇതിപ്പോ മൊത്തം എത്ര ഏക്കറാ? ഒരേക്കറിൽ നിന്നൊരു 2 സെന്റ് കുറയും. വലിയ അതുപോലെ കുറയൂട്ടാ. അല്ല, ഫുൾ പ്രോപ്പർട്ടി സീ ഫേസിംഗ് ആണ്. സംഗതി ഇത് ലാഭത്തിലാണെങ്കിലും ഞങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ ഫുൾ ടൈം നിൽക്കാനുള്ള സമയം വേണ്ടേ? അത് മാത്രമല്ല, ഇവൻ അമേരിക്കയിലേക്ക് അടുത്ത മാസം തിരിച്ചു പോകാനുള്ളതാണ്. അതെ. അമേരിക്കയിൽ എവിടെയാ? അമേരിക്കയിൽ ഷിക്കാഗോ. ചിക്കാഗോ. ഞാൻ പറഞ്ഞു. പൂൾ എവിടെയെന്നാ പറഞ്ഞേ? പൂൾ അവിടെ വരും. കർത്താവേ, എത്ര വേണേലും കളിച്ചോട്ടെ, വാങ്ങിച്ചാൽ മതിയായിരുന്നു. സംഭവം കൊള്ളാലോ. ഇൻഫിനിറ്റി പൂളാ. സാബുചേട്ടൻ ഒന്ന് ഇറങ്ങി കുളിച്ചു നോക്കി. ഇപ്പോളാ ആണേ, വേണേ ഞങ്ങളും കൂടാ. അവൻ കൂടും. വൈഫായിട്ട് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് വരാം. ഫിഷിംഗ് ബോട്ടൊക്കെ ഇപ്പൊ ഭയങ്കര തൊല്ലാന്നേ. പണിക്കാരെ കിട്ടാൻ തൊല്ല, വിറ്റിട്ട് വല്ല സെമിനാരി പോകും. മീൻ വിറ്റ കാശ് കിട്ടാൻ തൊല്ല, തൊല്ലോട് തൊത്തല്ല. പൈസ മാത്രം ഉണ്ടാക്കിയാൽ മതിയോ സാബു ചേട്ടാ? സാബു ചേട്ടന് വല്ലപ്പോഴും വന്ന് റിലാക്സ് ചെയ്യാൻ ഇത് കറക്റ്റ് പ്ലേസ് ആയിരിക്കും. കറക്റ്റ്. ചേട്ടന് മാത്രമല്ല, ചേച്ചിക്കും. പിന്നെ ഈ സാധാരണ റിസോർട്ടിലൊക്കെ പ്രേതബാധ ഉണ്ടെന്ന് പറയൂല്ലോ, ഇത് അതൊന്നും ഇല്ലല്ലോ. സിംഗിൾ പേയ്മെന്റ് ആണെങ്കിൽ 5 രൂപ ഞാൻ നമ്പർ ഇറക്കിയല്ലേ. നമ്പർ ഇനി അയാൾ ഒരു വില പറഞ്ഞാൽ നമ്മൾ അതിൽ ഉറപ്പിക്കുന്നു. അതത്രേ ഉള്ളൂ. എന്തിനാണോ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഇനി ഈ കച്ചവടം കൊണ്ട് മുടക്കാനോ? നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല, മനസ്സിലായോ? ഞങ്ങളിത് എങ്ങനെയെങ്കിലും വിറ്റിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയ അത്ര നന്നായിരുന്നു. It happened here.
ഇരിക്കെ ഇരിക്കേ. ഇതാ ഫോട്ടോയിൽ കണ്ടവളല്ലേ? ഇത് ഇവിടുത്തെ ബാത്റൂം അല്ലേ? ഡെന്നി, ഈ റൂമിൽ വെച്ചല്ലേ സുഹാനസിയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത്? അതെ. ദാറ്റ്സ് എ ട്രിഗർ. ജോണിനെന്ന് എങ്ങനെ അറിയാം? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒക്കറൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ അതിന്റെ ആശ്വാസത്തിലാ. ഉണ്ടാവില്ല. ബിക്കോസ് ഷി വാസ് വിത്ത് മീ. ഇപ്പൊ ഇവിടെ ഉണ്ടോ? കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ 2-നാണ് നാഷണൽ ലോ കോളേജിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് അവരുടെ ടൂറിൻ്റെ ഭാഗമായി ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്നത്. പക്ഷേ അന്ന് ഞങ്ങൾ ഈ റിസോർട്ട് മേടിച്ചിട്ടില്ലല്ലോ. അതറിയാം. ഇങ്ങനൊരു വീഡിയോ ഇവിടെ നിന്ന് ലീക്കാവുമ്പോൾ പ്രൈം സസ്പെക്ട് ഈ റിസോർട്ട് തന്നെയാണ്. ഓ, അപ്പൊ അതായിരുന്നല്ലേ അതിന് ഞങ്ങളോടുള്ള ദേഷ്യം. മായോട് ഞാൻ സംസാരിച്ചിരുന്നു. അന്ന് ഷീ വാസ് ഇൻ ചാർജ്. അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ചതി ഉണ്ടാവില്ല. കേരളത്തിലെ ഹോട്ടലുകളിൽ ഇതുപോലത്തെ ഇൻസിഡൻസ് കൂടുതലായതുകൊണ്ട് അതിവിടെ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ അവൈലബിൾ പ്രിക്കോഷൻസും അവരെടുത്തിരുന്നു. പിന്നെ ആരാണിത് ചെയ്തത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഈ വീഡിയോ ലീക്കായതിൻ്റെ 4-ാം ദിവസമാണ് ക്ലാര ഗേൾസ് ഹോസ്റ്റലിൽ വെച്ച് സൂയിസൈഡ് ചെയ്യുന്നത്. HIV പോസിറ്റീവോ? അയ്യേ, എയ്ഡ്സാ? അപ്പൊ ആള് പെസകായിരുന്നല്ലേ? അവൾ ജനിച്ചു വീണപ്പോഴേ അങ്ങനെ തന്നെയായിരുന്നു പ്രിയ. അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് കൊടുത്ത സമ്മാനം. അത് അവളുടെ കുറ്റമല്ല. ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടായി അറപ്പുണ്ടല്ലോ, അത് വകവയ്ക്കാതെ അവൾ പഠിച്ചത്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ലോ കോളേജിലാണ് അവൾ അഡ്മിഷൻ നേടിയത്. സോറി. ക്ലാരയുടെ അസുഖത്തിൻ്റെ കാര്യം കോളേജിൽ ആർക്കും അറിയില്ലായിരുന്നു. അനാവശ്യമായിട്ടൊരു സ്റ്റിഗ്മ ഉണ്ടാവേണ്ടെന്ന് കരുതി ജോയിനിങ് ടൈമിൽ പ്രിൻസിപ്പൾ തന്നെയാണ് അത് അവിടെ ഉപദേശിച്ചത്. പക്ഷെ ഇവിടെ ടൂർ വരുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഈ അസുഖത്തിൻ്റെ ന്യൂസ് ലീക്കായിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു. ഒരു HIV സ്റ്റുഡൻറ്റിൻ്റെ കൂടെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം സ്റ്റുഡൻസ് സമരം ചെയ്തു. അത് വലിയ ഇഷ്യൂ ആയി. പിന്നെ കളക്ടറും മറ്റുമൊക്കെ ഇടപെട്ടിട്ടാണ് ക്ലാര വീണ്ടും കോളേജിൽ പോയി തുടങ്ങിയത്. അവൾ ഈ ടൂർ വന്നാൽ കൂടെ വരില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു കോളേജിൽ. അവളവിടെ പഠിക്കുന്നതിന് ശക്തമായി എതിർത്ത പാരൻസ് ഉണ്ടായിരുന്നു. എന്തിന്, ഈവൻ മാനേജ്മെൻറ്റിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിരുന്നു. സംശയിക്കാവുന്ന ഒരുപാട് പേർ അന്ന് ആ രാത്രിയിലൂടെ ഉണ്ടായിരുന്നു. അതാരായാലും ഹീസ് എ ബൗൺ ക്രിമിനൽ. HIV പേഷ്യൻറ്റിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ ക്യാരക്ടർ അസാസിനേഷൻ പൂർണ്ണമായല്ലോ. ക്ലാരയെ സംബന്ധിച്ച് അത് മാത്രമായിരുന്നില്ലല്ലോ റീസൺ. ഇതിനു മുമ്പത്തെ ഇഷ്യൂസ്, ഫ്രണ്ട്സിൻ്റെയും സൊസൈറ്റിയുടെയും ഒറ്റപ്പെടുത്തൽ. ഇനിയും ഫൈറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് അവൾക്ക് തോന്നിക്കാണും. അവളുടെ വെറും ഒരു ജീവിതമായിരുന്നില്ല. ഷി വാസ് സ്പെഷ്യൽ ആൻഡ് ഷി ഡിസേർവ്സ് ദ ആൻസേഴ്സ്. Who? Why? What did they gain?